ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഈ ഇയറിൽ 2025 ഫസ്റ്റ് ടൈം വ്ളോഗാണ് ഈ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം മുന്നേ ഷോർട്സാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. വ്ളോഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വ്യൂസ് ഒന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ എനിക്കൊരു കുഞ്ഞു മടി കൂടിയിട്ടുണ്ട്. പക്ഷേ ഷോർട്സ് ആകുമ്പോൾ എനിക്ക് എളുപ്പം ചെയ്യാമല്ലോ എന്നില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ നോമ്പുതുറയാണ്. അപ്പോൾ നോമ്പുതുറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോമ്പുതുറക്കുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഉണ്ടാക്കാനുള്ളത് വെജിറ്റബിളാണ്. അപ്പോൾ അതിൽ എൻ്റെ സ്പെഷ്യൽ മഷ്റൂം റോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ മഷ്റൂം റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക, പലരും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. നമ്മൾ ആദ്യം 3 സവാള എടുത്ത് ചോപ്പറിലിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതൽ. ഞാനിവിടെ 3 മഷ്റൂമാണ്, അത് ബട്ടർ മഷ്റൂമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാണ് ആദ്യം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സി ഉണ്ടല്ലോ അതിലിട്ടിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. പക്ഷേ ഇതിനിങ്ങനെ ചോപ്പ് ചെയ്ത ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ബീഫ് കറിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ബിരിയാണി നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ മഷ്റൂം കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് ബാക്കിലുള്ള സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിഹൈൻഡ് ദ സീൻസിൽ നമ്മളെ മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ സവാള സംഭവം കട്ട് ചെയ്യാനും അതാണ് കുഞ്ഞു പണിയായിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്നായി കിട്ടുന്നൊരു സംഭവമാണ്. എനിക്ക് ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതൊക്കെ ഇക്കുവാണ് കേട്ടോ ഉണ്ടാക്കി തന്നിരുന്നത്. ഇക്കു നാട്ടിലുള്ളപ്പോൾ ഇക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നിന്ന് പണ്ട് പഠിച്ചതാണിത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ നാത്തുവിൻ്റെ പേരക്കുട്ടികളും മക്കളും ഒക്കെ വന്നിട്ട് ഇവരൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. വാവാച്ചിക്കുട്ടിനായിട്ടൊക്കെ നല്ല കളിയിലാണ്. അങ്ങനെ നമ്മളെ ബാബിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയുണ്ട്. പിന്നെ ഞാൻ മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുൾ റെസിപ്പിയൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് കാണിച്ചു തരാം. ആദ്യം കുറച്ച് മഷ്റൂം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ മിക്സ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഇതെന്താ കഴിഞ്ഞാൽ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം കൂടെ ഇറങ്ങി വരും. നമ്മൾ തീരെ വെള്ളം ചേർക്കണ്ട. നമ്മൾ ആദ്യം ശരിക്കും അടി പിടിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇന്ന് നമ്മളെ നോമ്പുതുറൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഇവിടുത്തെ എക്കുവിൻ്റെ ഉപ്പ മരിച്ചിട്ട് 25 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ആണ്ടും കൂടിയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കേൾക്കലുണ്ട്. ചില വർഷം നമ്മളെല്ലാവരും വിളിക്കും, ചില വർഷങ്ങളിൽ എല്ലാവരും മീൻസ് പേരക്കുട്ടികളുടെ ഹസ്ബൻഡ്സും അങ്ങനെ എല്ലാവരും വരും. ചിലപ്പോൾ നമ്മൾ നാത്തുമാരും കുട്ടികളും മാത്രമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഷ്റൂം റോസ്റ്റിൻ്റെ ഇതൊക്കെ കണ്ടോ വെച്ച് പോയപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര കുറച്ചിലാണ് കേട്ടോ. നല്ല രസം എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ കേട്ടോ. ഇത് ഇക്കുൻ്റെ മൂത്ത സിസ്റ്റർ, തൊട്ടടുത്തേക്കുന്ന ചെറിയ സിസ്റ്റർ കേട്ടോ. ഇത് ഇക്കുൻ്റെ ഉമ്മ, പിന്നെ ഈ റെഡ് ഷോൾ ഇക്കുൻ്റെ രണ്ടാമത്തെ സിസ്റ്ററും പിന്നെ അതിന് മോളുമാണ് കേട്ടോ. ബാക്കിയുള്ള മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര കത്തിയിട്ടാണ് എല്ലാവരും കൂടി കേട്ടോ. എല്ലാവരും വർത്താനം കേട്ടിട്ടുണ്ട്. ഉമ്മ ഇരുന്നെങ്ങനെ ചിരിക്കുന്നുണ്ട്. ഉമ്മക്ക് എല്ലാവരും കൂടി ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, വലിയമാർക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ മക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ആയിട്ടും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി എന്താ പറയുക, അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു യാസിനൊക്കെ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി വന്നിട്ടോ. അപ്പോൾ എല്ലാവരും നല്ല നിരയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, യാസിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിന് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് യാസിനോട് ദുആ ചെയ്തു. ഇനി അടുത്തപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങിയാലാണ് അപ്പൊക്കെ സെറ്റ് ആവുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ ആരുമില്ല, നമ്മൾ ഫാമിലി മാത്രമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവിടെ കട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചൊക്കെ ഇട്ടിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇത്താത്താരെ വക സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ താത്ത നല്ല തകൃതിയിട്ട് മുന്തിരി കഴുകുന്നുണ്ട്. അപ്പോൾ മുന്തിരി കഴുകുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ഒരു ടിപ്പായിട്ട്
എനിക്ക് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോളി. അതിൽ നല്ല ചളിയൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ താത്ത. സംഭവം ശരി, നല്ല ചളിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നല്ല വൃത്തിയിൽ മുന്തിരിയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. മക്കളൊക്കെ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഓരോ പ്ലേറ്റ് ആട്ടോ എല്ലാവരും കണക്കാക്കണം. അപ്പോൾ അതിൽക്കുള്ളതൊക്കെ എല്ലാവരും സെറ്റാക്കുന്നുണ്ട്. ഇവരെന്നെ ഒക്കെ തകർത്തി. കാര്യമായിട്ട് അപ്പം പണികളൊന്നും എനിക്കില്ല, ഇതൊക്കെ കഴിഞ്ഞാലുള്ള പണികളുണ്ടാവും കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ ഡ്യൂട്ടീസ് ഇങ്ങനെ ഏറ്റെടുത്ത് ഇങ്ങനെ ചെയ്യാണ്. പിന്നെ നമ്മളെ ഹിബക്കുട്ടീൻ്റെ നമ്മളെ തറവാട്ടിലെ ആദ്യത്തെ മരിയോളാണ് കേട്ടോ. അന്ന് കല്യാണം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിലുള്ള അവൻ ജാബിൻ്റെ വൈഫ്. അങ്ങനെ അത് റംഷിൻ്റെ വക ഫ്രൂട്ട്സ് എല്ലാം തകൃതി വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും, മീൻസ് ഞാൻ അവരുടെ പ്രൈവസിയും അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടോ വീഡിയോസ് എടുക്കൽ. അങ്ങനെ എല്ലാവരും അതാ തകൃതിയിട്ട് ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. പിന്നെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു പണികൾ എനിക്ക് കൊണ്ടിട്ട്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും വീഡിയോ കാണുമ്പോൾ അധികം വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഇടയ്ക്കിന് പണികൾ ചെയ്യും. പിന്നെ വന്നിട്ട് അതേപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസായിട്ട് നമുക്ക് നന്നാരിയും പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഓരോ തലക്കിലിങ്ങനെ സെറ്റായി കൊണ്ട് വരുന്നുണ്ട്. സംഭവം ഒരു ഭയങ്കര വൈബ് കേട്ടോ, നല്ല രസമാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിലി ആകുമ്പോൾ കളിയും ചെറിയും ഇതൊക്കെ ഇട്ട്. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ സ്മോൾ ഫാമിലി, കുഞ്ഞാൾക്കാർ, ഞാനും എൻ്റെ കാക്കി മക്കളും, അത് വേറൊരു രസം. പക്ഷെ ഇവിടെ എല്ലാവരും കൂടി ആകുമ്പോൾ അത് പ്രത്യേകം വേറൊരു വൈബാണ് കേട്ടോ. അങ്ങനെ ഇവർ തലയ്ക്ക് ജ്യൂസ് അടിക്കലും ഇതൊക്കെ ആയിട്ട് തകർത്തിയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതിനിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഓർഗാനിക് ഹാൻഡ് നെയിൽക്കോണൊക്കെ പെരുന്നാളായിട്ട് ആവശ്യമുള്ളവർക്ക് ഷിപ്പിംഗ് ഏകദേശം ക്ലോസിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നെഫു ഹാൻഡിൻ്റെ പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും ഭയങ്കര തകൃതിയായിട്ട് പണിയെടുക്കുന്ന തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഓരോ പൊട്ടത്തരങ്ങൾ പറയണം ചെറുക്കണമൊക്കെ കേട്ടോ. അപ്പോൾ കാര്യമാക്കി എടുക്കും. ലാസ്റ്റ് പിന്നെ മമ്മി വീഡിയോ എടുക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണാൻ ഭയങ്കര രസമാണല്ലോ. പിന്നെ എന്താ ജ്യൂസൊക്കെ അടിച്ചതും വെള്ളമൊക്കെ കലക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജഗ്ഗിലും ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കസ്കസൊക്കെ വാരി വിതറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയ നാത്തൂൻ്റെ മൂത്ത മോള്, അവൾ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്. പിന്നെ ഇവരുണ്ടാവും കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണാനാണ്. കാരണം മറ്റാൾ അബുദാബിയിലൊക്കെ പോയി ഇക്കാൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് വന്നിരിക്കുകയാണ് രണ്ടാം നാത്തൂൻ്റെ മോള്. അങ്ങനെ ഇത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഇതാ നമ്മൾ കുറച്ച് പേര് ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇനി അടുത്ത സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അതായത് ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആളുള്ള കാരണം നമുക്ക് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയായി കാരണം പെട്ടെന്ന് സമയം പോയതും നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റിങ്സും കാര്യങ്ങളും നടക്കേണ്ട. അതിനിടയിൽ ചെറിയ കുട്ടികൾ നോമ്പില്ലാത്തവരൊക്കെ നോമ്പറക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ടേബിളിൽ പിന്നെ നമ്മളെ ഓൾ ടൈം നമ്മൾ നോമ്പിന് സാധാരണ പെരുന്നാളിനാണ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇറക്കല്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോമ്പിനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഒരു രസമാണല്ലേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുക ഹാങ്ങിങ്സ് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ നോമ്പ് ചെയ്ത അന്ന് തന്നെ ലാസ്റ്റ് നല്ല അടിപൊളി മഴ പെയ്തിട്ടോ. ആ മഴ നമ്മൾ അവിടെ പുറത്ത് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ പണിപ്പാളി. നമ്മൾ ഒരുപാട് പേരുടെ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇതാ ചെറിയ നാത്തൂൻ്റെ രണ്ടാമത്തെ മരുമോന് വന്നിട്ടുണ്ടായിരുന്നു. ആൾ നോമ്പറക്കാൻ സമയത്ത് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ കുട്ടികളൊക്കെ വന്ന് അവളിട്ട് നോക്കണം. അങ്ങനെ എല്ലാവരും നോമ്പറക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫ്രൂട്ട്സും ജ്യൂസും അതുപോലെ പൊരിക്കടികളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കുറച്ച് ബോയ്സ്, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ലേഡീസും ഒക്കെ കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ താത്താരും ഇവരൊക്കെ അടുക്കളയിലാണ്. ഞാൻ ഇവരെ കൂടെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഹിബക്കുട്ടി ഇതാ ചെയറിലാണ് അവളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നോമ്പറക്കാൻ സമയമായി. ഒക്കെ സെറ്റാക്കി നോമ്പറക്കാൻ വേണ്ടി റെഡി തന്നെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്നു കേട്ടോ എല്ലാവരും കൂടി. അൽഹംദുലില്ലാ. പിന്നെ നെക്സ്റ്റ് ഇതാ ചായ ഉണ്ടാക്കി നമ്മൾ ബിരിയാണി ദമ്മൊട്ടിച്ചു. നമ്മൾ അബ്ദുറഹ്മാൻ ഖാൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിയത്തിലെ സംഭവം നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അവിടുത്തെ കുട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല ഫേമസ് ആണ്. അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടാറിയപ്പോൾ പിന്നെ ആ ഒരു ഫസ്റ്റത്തെ ഹൈപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ബാബിൻ്റെ നല്ല അടിപൊളി ബീഫ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും ഒക്കെ ടേബിളിൽ ഫസ്റ്റ് എല്ലാവർക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആണുങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്ന പാട് കുറച്ച് പേർക്ക് പോകാനൊക്കെ നേരത്തെ പോകാനൊക്കെ ഉണ്ടാവണം. അപ്പോൾ അവരിതൊക്കെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അവർക്കുള്ളത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനുള്ളവരൊക്കെ പോകലൊക്കെ തുടങ്ങി.
കാരണം അവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാത്തൂൻ്റെ മോളും ഇവരൊക്കെ വരലും പോവലൊക്കെ ആയി, അങ്ങനെ ഓരോരുത്തരോട് സെക്ഷൻ പോവലൊക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് കുറച്ച് പേര് നമ്മളെല്ലാവരും കൂടി ബാക്കി പേര് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ എല്ലാവരും വരലും ഒത്തുകൂടി നല്ല രസകരമായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് കേട്ടോ. ഇൻഷാല്ല പെരുന്നാളിനാവും വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു റാഹത്തായി എന്ന് പറഞ്ഞ പോലെ ഒരു ബർക്കത്തിൻ്റെ മഴ പെയ്തു കേട്ടോ. നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഇടിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്കുവിൻ്റെ വീട്ടിലെ നോമ്പുതുറ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.